ക്രൊയേഷ്യയിലെ ഹ്വാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു നഗരമാണ് ക്വാർ സിറ്റി. സമ്പന്നമായ ഒരു ചരിത്രം ഈ നഗരത്തിനുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് ഈ നഗരം സ്ഥാപിച്ചത്. പിന്നീട് വെനീഷ്യൻ റിപ്പബ്ലിക്കിന്റെ കീഴിൽ ഒരു പ്രധാന നാവിക താവളമായി ഈ നഗരം വളർന്നു. സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ, സ്പാനിഷ് കോട്ട തുടങ്ങിയ ചരിത്രപരമായ നിരവധി സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. ക്രൊയേഷ്യയിലെ ഹ്വാർ പട്ടണത്തിലെ പ്രധാന പള്ളിയാണ് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. 16-ഉം 17-ഉം നൂറ്റാണ്ടുകളിലായി പണികഴിപ്പിച്ച ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റെയിൻസൻസ് വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ ദ്വീപുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഹ്വാർ കോട്ടയിൽ നിന്ന് നോക്കിയാൽ ഹ്വാർ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. താഴെ നീലക്കടലിൽ ഒഴുകി നടക്കുന്ന നിരവധി ബോട്ടുകളും കാണാൻ സാധിക്കും. സൂര്യാസ്തമയ സമയത്ത് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. കൂടാതെ ഹ്വാർ നഗരത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഹ്വാർ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നീട് വെനീഷ്യൻ ഭരണകാലത്ത് ഇത് ഒരു പ്രധാന സൈനിക താവളമായി മാറി. ഇന്ന് ഈ കാണുന്നത് കോട്ടയുടെ മതിലിനോട് ചേർന്നുള്ള റോഡാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ശരിക്കും മനോഹരമാണ്. താഴെ കാണുന്ന കടലും നഗരത്തിന്റെ ഭംഗിയുമെല്ലാം അതിഗംഭീരമാണ്. പണ്ട് ഈ കോട്ട ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു. പല യുദ്ധങ്ങൾക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ വീടുകൾക്ക് ഏകദേശം 10 മീറ്റർ വരെ ഉയരമുണ്ട്. പ്രാദേശികമായി ലഭ്യമായ ചുണ്ണാമ്പുകല്ലുകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലുകൾ അടുക്കി വെച്ച് കുമ്മായം ഉപയോഗിച്ചാണ് തേച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ കാലാവസ്ഥ പൊതുവെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. അതായത് ചൂടുള്ള വേനൽക്കാലവും മിതമായ തണുപ്പുള്ള ശൈത്യകാലവും. വേനൽക്കാലത്ത് ശരാശരി താപനില 30 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. ശൈത്യകാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകാറില്ല. ഇവിടത്തെ ജീവിതശൈലി വളരെ ശാന്തവും സന്തോഷം നിറഞ്ഞതുമാണ്. മനോഹരമായ കടൽ തീരങ്ങൾ, ചരിത്രപരമായ സ്ഥലങ്ങൾ, രുചികരമായ ഭക്ഷണം എന്നിവയെല്ലാം ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം.